നമ്മൾ കുറച്ച് വർഷങ്ങൾ മുന്നോട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലുമൊക്കെ വേദനയുടെ കഥ പറയാനുണ്ടാവും, ഒന്നുമില്ലെങ്കിൽ ഒരു ലാത്തി ചാർജിന് കിട്ടിയ കുറച്ച് അടികളുടെ കഥ പറയാനുണ്ടാവും. അത്തരത്തിലൊരു അനുഭവം ജീവിതത്തിലുണ്ടോ? വലിയ മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ ചെറിയതെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു അന്ന് പക്ഷേ BJP-യുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് തല്ല് കിട്ടിയാൽ അത് വാർത്തകൾ പോലും അല്ല. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൂടാ, ഒരു പോലീസുകാരൻ, എനിക്ക് ഇപ്പോഴാ പോലീസുകാരൻ്റെ പേരറിയാം, ഒരു കച്ചി എന്ന് പറയില്ലേ, ഗോളി, അത് കയ്യിൽ വെച്ചിട്ട് അതുമ്മേ മേശ വെച്ചിട്ട് ആ മേശയുടെ മേളിൽ കയറി ഇരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മോർ ദാൻ 15-20 മിനിറ്റ്സ് ഈസ് അലറി വിളിക്കുകയായിരുന്നു. ആ കൈ തളർന്നു പോയി ആ മനുഷ്യൻ്റെ. പക്ഷെ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വിദ്യാർത്ഥി നേതാവുന്നതിൽ കുറച്ചൊരു പരിഗണന കിട്ടിയിരുന്നു എന്നാണ് തോന്നുന്നത്. അല്ല, ഞാൻ അപ്പോഴും എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, ചില മനുഷ്യർ ഇങ്ങനെയൊക്കെയുള്ള ഭീകരത കാണുമ്പോൾ അല്ലെങ്കിൽ ക്രൂരതകൾ കാണുമ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ തിരിച്ച് എന്തെങ്കിലും ഒരു സാധാരണ ജോലി എന്തെങ്കിലും ചെയ്ത് എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കോളാം എന്നൊരു തോന്നൽ വരാൻ സാധ്യതയില്ലേ? അത്തരത്തിൽ എന്തെങ്കിലും ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നോ, അതോ എനിക്ക് ശക്തമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നാണോ ചിന്തിച്ചത്? സംഘശാഖയിലൂടെ വളർന്നു കഴിഞ്ഞാൽ ഭയന്ന് പിന്മാറാൻ പറ്റില്ല. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ശരിയെന്ന് തോന്നിയാൽ അവിടെ ഉറച്ചു നിൽക്കും. അതിൽ നഷ്ടവും ലാഭവും ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ നമ്മൾ കരിയറിലൊന്നും നേടിയൊന്നും ഇരിക്കില്ല, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉറച്ചു നിൽക്കുവാനുള്ള തൻ്റെ ഇടം നമുക്ക് തരും.